വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഫോൺ 9562 705 777 995 961 904. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF തയ്യാറെന്ന് AP അനിൽകുമാർ MLA. ബൂത്ത് തലം മുതൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും AP അനിൽകുമാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, സമയം നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് സംഘടനാപരമായി ഓരോ നിയോജകമണ്ഡലത്തിലും ഓരോ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ UDFന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തലും പഞ്ചായത്ത് തലത്തിലുള്ള ഏതെങ്കിലും സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത്. എല്ലാവരും ഒറ്റക്കെട്ടായി 2016 നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല, ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ഇവിടെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത്. ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും ബൂത്ത് തലത്തിൽ തന്നെ പല യോഗങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഒരു മനസ്സോടു കൂടി തെരഞ്ഞെടുപ്പ് നേരിടുക, വിജയിക്കുക, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക. ഇതായിരുന്നു ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞതാണ്. ഒരു സ്ഥലത്തും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടനെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഡിലേ ഉണ്ടാവില്ല. കഴിയുന്നത്ര പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു ഉത്തരവാദിത്തം പറയാം. അതിനകത്ത് യാതൊരു പ്രയാസവും ഉണ്ടാകും. ഒട്ടും ഡിലേ ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. അതിനെ കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട. പക്ഷെ കോൺഗ്രസിനകത്ത് ചില നടപടിക്രമങ്ങളുണ്ട്. KPCC സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ആരാണോ, ഒരാളാണോ, രണ്ടാളാണോ, രണ്ടിൽ കൂടുതൽ ആളുകളാണോ, ആ ലിസ്റ്റ് KPCC ഡൽഹിയിലേക്ക് കൊടുക്കണം, AICക്ക് കൊടുക്കണം. AICC അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയിട്ട് പ്രഖ്യാപിക്കുന്ന സമയം. അപ്പൊ അതിന് ആവശ്യമായ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തിനപ്പുറത്ത് മറ്റൊന്നും ഡിലേ ഉണ്ടാവില്ല. AICC ആണ്, ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. അതിൻ്റെതായ നടപടിക്രമങ്ങൾക്കുള്ള സമയം മാത്രമേ എടുക്കൂ. ഒരു തർക്കവുമില്ല. UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത്. എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ്. 2016 നഷ്ടപ്പെട്ടു. 2021 ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് LDF വിജയിച്ചത്. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDF തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും. തീർച്ചയായിട്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ വളരെ UDFന്റെ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ വളരെ സജീവമാണ്. പക്ഷെ പുതിയ ബൂത്തുകളൊക്കെ വരുന്ന സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ അതിനും നേരിടുന്ന എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ വിവരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഒരിക്കലും ഞാൻ പറയട്ടെ, അതിനകത്ത് KPCC ആണ്. ഞാൻ പറഞ്ഞു, KPCC ആണ് ഇവിടെ നിന്ന് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് KPCC അതിനകത്ത് ലിസ്റ്റ് ഡൽഹിയിലേക്ക് കൊടുക്കും, AICക്ക് കൊടുക്കും. ഹൈക്കമാൻഡ് ഇവിടുത്തെ നേതാക്കളുമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഈ നിമിഷം വരെ
കോൺഗ്രസ് അത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ AICC നടത്തണം. AICCക്ക് ഒരു തെരഞ്ഞെടുപ്പ്, അത് പൊതു തെരഞ്ഞെടുപ്പായാലും അതുപോലെ ബൈ ഇലക്ഷൻ ആയാലും നടത്തുന്ന ചില നടപടിക്രമങ്ങൾ അതൊക്കെ നടന്നുണ്ടായിരിക്കാം. പക്ഷെ മറ്റു ചർച്ചകൾ 2016 കൈവിട്ട മണ്ഡലം ഇത്തവണ UDF വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കും. സംസ്ഥാനത്തെയും നിലമ്പൂരിലെയും സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ജനങ്ങൾ UDFന് അനുകൂലമായി വിധിയെഴുതും. PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UDF സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.